എസ് നാരായണന്റെ അന്ത്യം സംഭവിച്ചത്. കേരള ചരിത്രത്തിൽ തന്നെ നിർണായക പല കണ്ടെത്തലുകളും നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. എസ് നാരായണന്റെ വിടവാങ്ങലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ചരിത്ര ഗവേഷണത്തിന് പുതിയ ദിശാബോധം പകർന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തെല്ലാമാണെന്ന് കൂടുതൽ വിശദാംശങ്ങൾ. ഡോക്ടർ എസ് നാരായണൻ സാറ് യാത്രയായി എന്നത് അങ്ങേയറ്റം വേദനയോടെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. വളരെ ആത്മബന്ധമായിരുന്നു വാസ്തവത്തിൽ സാറുമായിട്ടുണ്ടായിരുന്നത്. എപ്പോഴും സാറിനെ വീട്ടിൽ ചെന്ന് കാണുകയും സാറുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വിവാഹ സൽക്കാരത്തിലടക്കം സത്യത്തിൽ ആദ്യം വന്നത് എസ് സാറായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ പോലും ആ സ്ഥലത്തേക്ക് എത്തിയത്. അത്രമേൽ ആത്മബന്ധം ആ കുടുംബവുമായിട്ടുണ്ട്. ചരിത്ര പണ്ഡിതൻ എന്ന നിലയിൽ എസ് സാറ് ഒരു കുലപർവ്വതമായിരുന്നു. അത് കേരള ചരിത്രത്തിന്റെ പ്രാചീന മേഖലയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ ചരിത്രം, അതോടൊപ്പം തന്നെ ഭാരത ചരിത്രം, ലോകമാകമാനമുള്ള ചരിത്രം, അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്ന അക്കാദമീഷ്യനാണ്. ഇത്രയും ഗവേഷണ ബുദ്ധിയോടെ വസ്തുനിഷ്ഠമായി നമ്മുടെ ചരിത്ര പഠന മേഖലയിൽ പ്രവർത്തിച്ച ഒരു ആധുനിക ചരിത്രകാരനെ വാസ്തവത്തിൽ നമുക്ക് ചൂണ്ടിക്കാണാൻ കഴിയില്ല. ആ വിയോഗത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ വലിയൊരു കുലപർവ്വതം നമ്മുടെ ചരിത്ര സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. ഇത്ര ധീരതയോടെ വിഷയങ്ങളെ സമീപിച്ച ഒരു ചരിത്രകാരൻ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രാചീന ലിപികളെക്കുറിച്ച്, പ്രാചീന ശാസനങ്ങളെക്കുറിച്ചൊക്കെ നേരിട്ട് ധാരണ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അത് പഠിച്ചവരാണ് ഇപ്പോഴുള്ള പല ചരിത്രകാരന്മാരും. എസിന് സത്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം പോലുള്ള ഒരു വലിയ പുരസ്കാരം എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നും നമ്മൾ ആലോചിക്കണം. സത്യത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നതമായ ബഹുമതികൾ ലഭിക്കാൻ സർവഥാ യോഗ്യനായിരുന്ന വ്യക്തിയായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ലോകത്ത് വിവിധ സർവകലാശാലകളിൽ അധ്യാപകനായിരുന്നു. പക്ഷെ ഇത്രയും വിനയമുള്ള സാധാരണക്കാരായ മനുഷ്യരോട്, ഓട്ടോറിക്ഷ തൊഴിലാളികളോട്, സാധാരണ മനുഷ്യരോട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതി കണ്ടാൽ അത് അത്രയും അനുകരണീയമായിരുന്നു. എനിക്കത് പറയാൻ വാക്കുകളില്ല. കാരണം അവിടെ ചെന്ന് സംസാരിക്കുന്ന ആളുകൾ സാധാരണക്കാര്, പണ്ഡിതന്മാര്, ഗവേഷകര്, അവരോടൊക്കെ സമഭാവനയോടെ പെരുമാറിയ, എത്രയെത്ര വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ, സത്യത്തിൽ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപകനായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ അവിടെ ഒരു മലയാള ഗവേഷണ വിഭാഗത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇപ്പം. സാറെന്ന് പറഞ്ഞാൽ നമുക്കത് നിർണയിക്കാനാവാത്ത വിധം വലിപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ അയോധ്യ പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ വളരെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ, അക്കാദമിക രംഗത്തെ കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ ധീരത കാട്ടിയ, ഭാരതീയ വിചാര കേന്ദ്രത്തോടും തപസ്യയോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ സന്മനസ് കാണിച്ച ഒരാളും കൂടിയാണ്. തപസ്യയുടെ സഞ്ജയൻ പുരസ്കാരവും എസ് സാറിനാണ് നൽകാൻ കഴിഞ്ഞത്. അങ്ങനെ ഓർമ്മകളുടെ വലിയൊരു ലോകമാണ് വാസ്തവത്തിൽ അപ്രത്യക്ഷമാകുന്നത്. നല്ല ചിത്രകാരനായിരുന്നു, കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം എടശ്ശേരി കവിതയ്ക്ക് അദ്ദേഹം എഴുതിയ ആ പ്രവേശിക, അവതാരിക, അങ്ങനെ സാഹിത്യ വിമർശനത്തിന്റെ മണ്ഡലത്തിൽ, ചരിത്രത്തിന്റെ മണ്ഡലത്തിൽ, ഭാഷയുടെ മണ്ഡലത്തിൽ, സംസ്കാരത്തിന്റെ എല്ലാ തുറസുകളിലും വ്യാപരിച്ച ഒരു വലിയ വടവൃക്ഷമാണ് വാസ്തവത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ കേരളം ഒന്നടങ്കം സങ്കടപ്പെടേണ്ട ഒരു സമയമാണ്. ലോകമാകെ ആ ചരിത്ര പണ്ഡിതന്റെ മുന്നിൽ തൊഴുകയ്യോടെ നിൽക്കേണ്ടതാണ്. എസിന്റെ പേരിൽ വിപുലമായൊരു ഗവേഷണ കേന്ദ്രം ആരംഭിക്കേണ്ടതാണ്. അതിന് എല്ലാ വിധത്തിലും ഭാരത സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ മുൻകൈ എടുക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ഏറെക്കാലമായി, ഇപ്പോൾ സമീപകാലത്തെല്ലാമായി അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് നിരവധി അസ്വസ്ഥതകളെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം വിശ്രമജീവിതം തുടരുന്നൊരു സാഹചര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിരുന്നത് മലബാർ കലാപത്തിൽ അന്ന് പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നവരെ, സമര സേനാനികളായിട്ടുള്ളവരെ, അവരുടെ പേരുകൾ നീക്കം ചെയ്യുന്ന ഒരു നടപടികളെല്ലാം ഒക്കെ കൈക്കൊണ്ടിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ ഒരു വിവാദം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാദത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് അവസാനമായി ഏറ്റവും അധികം നാൾ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് എന്ന് തോന്നുന്നു, അല്ലേ?
തീർച്ചയായിട്ടും അദ്ദേഹം സത്യത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം സംവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളായിരുന്നു. അത് അയോധ്യ ഇഷ്യൂ ഉണ്ടായപ്പോഴും ഈ മലബാർ കലാപം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ മലബാർ കലാപം സ്വാതന്ത്ര്യ സമരം ആണ് എന്ന വാദത്തെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. അതിന്റെ അകത്ത് സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്ന ഒരു കലാപമാണെങ്കിലും കാർഷികമായ ചില സ്വഭാവങ്ങൾ അതിനുണ്ടെങ്കിലും അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും തീവ്രമായൊരു മതകലാപമായി മാറി എന്ന കാര്യം വസ്തുനിഷ്ഠം ആയ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ എക്കാലവും NGS തയ്യാറായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടല്ല അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു നിലപാട് സത്യസന്ധമായിട്ടുണ്ട്. അത് തെളിവുകളും സാമഗ്രികളും നിരത്തി ആഴത്തിൽ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതാനും അത് തുറന്നു പറയാനും എതിർവാദങ്ങൾ ഉണ്ടായാൽ അവരോട് സാർ ഒരിക്കലും അകൽച്ച പാലിച്ചില്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരോട് വിരോധം പുലർത്തിയില്ല. തന്നെ വിമർശിക്കുന്നവരോട് പോലും ഇത്രയും സഹിഷ്ണുതയോടെ പെരുമാറിയ ഒരു ചരിത്ര പണ്ഡിതൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം പി പരമേശ്വരൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾക്ക് NGS എഴുതിയ ഒരു അവതാരികയുണ്ട്. നമ്മളത് വായിക്കേണ്ടതാണ്. ദിശാബോധത്തിന്റെ ദർശനം എന്ന പുസ്തകം. അതിൽ പരമേശ്വർജിയുടെ ഔന്നത്യത്തെ അംഗീകരിക്കവേ തന്നെ തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ തുറന്നു പറയുക. അത്തരം ഒരു സംവാദത്തിന്റെ ഒരു ലോകം അതാണ് വാസ്തവത്തിൽ ഡോക്ടർ NGS നാരായണന്റെ നിര്യാണത്തിലൂടെ ഇല്ലാതാവുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ഈ ഒരു സമയത്ത് നമ്മളോട് പ്രതികരിച്ചത് എന്നിരുന്നാലും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. അദ്ദേഹം ചരിത്ര അധ്യാപകൻ, ചരിത്ര ഗവേഷകൻ, അത്തരത്തിലുള്ള ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് വിട വാങ്ങിയിരിക്കുന്നത്. ഏറെനാൾ കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി നിരീക്ഷണങ്ങളാണ് എന്നും എടുത്തു നിന്നിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം MGS നാരായണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം എന്നും അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും സമീപകാലത്തെ മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ചില നിരവധി വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അത്രയധികം ശ്രദ്ധേയമായിരുന്നു. ചില പാർട്ടികൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ വരെ ഒരു ശ്രമമൊക്കെ നടന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വസ്തുതകൾ അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാട്ടിയ ചരിത്രത്തെ പിൻപറ്റിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ഓരോ നിരീക്ഷണങ്ങളും നടത്തിയിരുന്നത്. കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്ത് ചോദിച്ചാലും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ അറിയുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെയധികം സരസനായ സൗമ്യനായ ഒരു വ്യക്തിത്വം കൂടിയാണ്. പ്രായഭേദമന്യേ എന്ത് സംശയം വന്നാലും ആ സംശയം നമ്മുടെ ഉള്ളിൽ നിന്ന് തീർത്തും എടുത്തു കളയുന്ന, അല്ലെങ്കിൽ ആ സംശയം എടുത്തു കളയാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഈ ഒരു നിമിഷം നമുക്ക് അത്രയധികം മറക്കാനാവാത്ത ഒരു നിമിഷം കൂടിയാണ്. കാരണം കോഴിക്കോട്ടെ നിരവധി മഹത് വ്യക്തിത്വങ്ങൾ അടുത്ത കാലത്ത് തന്നെയാണ് രചയിതാവായിട്ടുള്ള MT വാസുദേവൻ നായർ, നോവലിസ്റ്റായിട്ടുള്ള MT വാസുദേവൻ നായരും നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഇപ്പോൾ ചരിത്ര ഗവേഷകൻ കൂടിയായ ചരിത്ര അധ്യാപകൻ കൂടിയായ ഡോക്ടർ MGS നാരായണനും നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കാർത്തു, ചരിത്ര പണ്ഡിതൻ MGS നാരായണൻ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കാളിദാസാണ് ചേർന്നത്. സംസ്കാരം സംബന്ധിച്ചുള്ള കൂടുതൽ